1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ചിക്കൻ വേകുമ്പോഴേക്ക് നമുക്ക് ഗ്രേവി റെഡിയാക്കാം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് 2 സവാള നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ വീതം, ഒരു മീഡിയം തക്കാളി ചെറുതായി മുറിച്ചത്, 2 പച്ചമുളക് കീറിയത്, 1/2 കപ്പ് തേങ്ങ ചിരകിയത്, മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇടാം. ഇതിലേക്ക് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. തേങ്ങ, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, കുറച്ച് ഉപ്പ്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റാം. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് തണുക്കണം. അതിനുശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മസാല നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് കടായിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ നേരത്തെ ഒരു വിസിൽ കേൾപ്പിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ്റെ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഗ്രേവിയിലേക്ക് ചേർക്കാം. ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കാം. ഇത് നമുക്ക് 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് തിളപ്പിക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം കൂടെ അടച്ചു വെക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം.